ഷാർജയിൽ മലയാളികൾക്കായി ഒരുക്കിയ ഈദ്ഗാഹിന് ഷാർജ മസ്ജിദുൽ അസീസ് ഖത്തീബും പണ്ഡിതനുമായ ഹുസൈൻ സലഫി നേതൃത്വം നൽകി. ഷാർജ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിനായി നൂറുകണക്കിന് മലയാളികളാണ് എത്തിയത്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്നും ത്യാഗസന്നദ്ധതയെന്ന പാഠമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്നും അത് ജീവിതത്തിലുടനീളം പുലർത്താനുള്ള ശുഷ്കാന്തി എല്ലാവരും പുലർത്തണമെന്നും പെരുന്നാൾ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും പരിശുദ്ധ കഅബയെപ്പോലെ ഈ മാസത്തെപ്പോലെ പവിത്രമാണെന്ന് ഓതിയ മഹാനായ പ്രവാചകന്റെ അനുയായികൾ ഇസ്ലാമിൻ്റെ പേരിൽ രാജ്യത്ത് എവിടെ രക്തം ചിന്തിയാലും അത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നും ഇസ്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം മാത്രമേ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ എന്നുമുള്ള മഹനീയമായ ആദർശമാണ് ഈ സുദിനത്തിലും നമുക്ക് പ്രത്യേകമായി സമൂഹത്തെ അറിയിക്കുവാനുള്ളത്. ദുബൈയിലെ അൽമനാർ കേന്ദ്രത്തിലും മലയാളികൾക്ക് മാത്രമായി ഈദ്ഗാഹ് ഒരുക്കിയിരുന്നു. ബർദുബൈയിലെ പൊതു ഈദ്ഗാഹിൽ സ്വദേശികൾ ഉൾപ്പെടെ ആയിരങ്ങൾ നമസ്കാരത്തിൽ പങ്കാളികളായി. റാസൽ ഖൈമ, ഫുജൈറ, അബുദാബി തുടങ്ങി വ്യത്യസ്ത എമിറേറ്റുകളിലും വിപുലമായ ഈദ്ഗാഹുകളാണ് നടന്നത്. അബുദാബി കിരീടാവകാശിയും സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി അൽബദി മസ്ജിദിലും പെരുന്നാൾ നമസ്കരിച്ചു. മീഡിയ 1 ദുബൈ.